ബിരിയാണികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൊഞ്ച് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കുക. ഇനി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മുടെ കൊഞ്ച് വറുത്തെടുക്കുക. അല്പം കറിവേപ്പില കൂടി ചേർത്ത് വേണം കൊഞ്ച് വറുത്തെടുക്കാൻ. ഇനി ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 വലിയ സവാള എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും പച്ചമുളക് ചതച്ചതും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് കഴിഞ്ഞ് അതിലേക്ക് 2 വലിയ തക്കാളി ചേർത്തിളക്കി നന്നായിട്ട് യോജിപ്പിക്കുക. അതിലേക്ക് അല്പം ഉപ്പും മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് വിത്ത് സ്റ്റോക്ക് ചേർത്ത് മല്ലിയിലയും പുതിനയിലയും ചേർത്താൽ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതും ഫ്രൈഡ് ഒനിയൻസും ഫ്രൈഡ് കാഷ്യൂസും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഒരു 15 മിനിറ്റ് നമുക്ക് ലെയർ ചെയ്ത് അടച്ചു വയ്ക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നോക്കിയാൽ നല്ല അടിപൊളി ആവി പറക്കണ കൊഞ്ച് ബിരിയാണി ഇറ്റ്സ് റെഡി.